Okay, current affairs 13th September 14th September 2020 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 13-14 തീയതി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. Gujarat, Andaman Nicobar emerge as the best state union territory, providing strong ecosystem for startup and DIIT ranking. DIIT എന്നത് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ്. ഗുജറാത്തും ആൻഡമാൻ നിക്കോബാറും ആണ് ബെസ്റ്റ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് സ്ട്രോങ് ഇക്കോസിസ്റ്റം ഫോർ സ്റ്റാർട്ടപ്പ് എന്നായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ഇതിൻ്റെ അണ്ടറിലാണ്. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീൻ്റെ അണ്ടറിലാണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീൻ്റെ അണ്ടറിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. കറന്റ്ലി നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്ററാണ് പീയൂഷ് ഗോയലാണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഓർഗനൈസസ് 2-day conclave on സ്കൂൾ എഡ്യൂക്കേഷൻ 21st century. സ്കൂൾ എഡ്യൂക്കേഷൻ 21st century എന്ന് പറയുന്നത് ശിക്ഷക് പർവിന്റെ ഭാഗമായിട്ടാണ് ആണ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ 21st century ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ പേരെന്താ MHRD എന്നായിരുന്നു. MHRD എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു. ഇപ്പം അതിൻ്റെ പേര് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. കറണ്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് രമേശ് പൊക്രിയാൽ നിഷങ്ക്. ഇനി നമ്മൾ കുറച്ച് പൊളിറ്റിയിലേക്ക് കിടക്കുകയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്ന വർഷം ഏതാ? അമെൻമെന്റ് ഏതാണ്? 86th അമെൻമെന്റ് ആക്ട് 2002 റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നിരിക്കുന്നത്. 2002 86th അമെൻമെന്റ് ആക്ട് 82 അമെൻമെന്റ് ആണ്. ഓക്കെ, 21A ആർട്ടിക്കിളാണ് ഇതിൽ ആഡ് ചെയ്തത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. ഏത് ഏജ് വരെയാ? 6 to 16 ഏജ് വരെയായിരുന്നു അതിൻ്റെ ഇതുള്ളത്. MOS ഹർദീപ് സിംഗ് പുരി ലോഞ്ചസ് ക്ലൈമറ്റ് സ്മാർട്ട് സിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക് 2.0 ആൻഡ് സ്ട്രീറ്റ് ഫോർ പീപ്പിൾ ചലഞ്ചസ്. ഹർദീപ് സിംഗ് പുരി അഥവാ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ്. ഹർദീപ് സിംഗ് പുരിയാണ് ക്ലൈമറ്റ് സ്മാർട്ട് സിറ്റി അസസ്മെന്റ് ഫ്രെയിംവർക്ക് 2.0 അതേപോലെ തന്നെ സ്ട്രീറ്റ് ഫോർ പീപ്പിൾ ചലഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 74th സെക്ഷൻ ഓൺ UN ജനറൽ അസംബ്ലി നടന്നു. ഹൈ ലെവൽ ഫോറം വെർച്വലി നടന്നത്. അതിൽ കൾച്ചർ ഓഫ് പീസ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കൾച്ചർ ഓഫ് പീസ്. ഇന്ത്യയും US-ഉം തമ്മിൽ 2+2 ഇന്റർനാഷണൽ സീസണൽ മീറ്റിംഗ് ഹെൽഡ് ചെയ്തു. അതിലെന്താ എക്സ്ചേഞ്ച് വ്യൂ ഓൺ റീജിയണൽ ഡെവലപ്മെന്റ് എന്നാണ് അതിൻ്റെ മെയിൻ എയിം. വ്യൂ ഓൺ റീജിയണൽ ഡെവലപ്മെന്റ് ആണ് അതിൻ്റെ മെയിൻ. വ്യൂസസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ള റീജിയണൽ ഡെവലപ്മെന്റ് ആണ്. അതേപോലെ തന്നെ 27th ആസിയാൻ റീജിയണൽ ഫോറം നടന്നു. അതിൽ 27th ആസിയാൻ റീജിയണൽ ഫോറം നടന്നു. അതിനെ ഇന്ത്യൻ പ്രതിനിധീകരിച്ചത് ആരാണ്? മുരളീധരനാണ്. വി മുരളീധരനാണ് ഇന്ത്യനെ പ്രതിനിധീകരിച്ചത്. ഓക്കെ, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തത് വി മുരളീധരൻ. MOS മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ്. RBI laid down the guidelines for bank to appoint chief compliance officer September 2020. ചീഫ് കംപ്ലൈൻറ്റ് ഓഫീസർ ഗൈഡ് ലൈൻസ് കൊടുത്തു. അതിൽ 3 years ആണ് പീരീഡ് പറഞ്ഞിരിക്കുന്നത്. 3 years ആണ് മിനിമം ഫിക്സഡ് 3 years. CCC should be appointed for minimum fixed 3 years in bank in the rank of general manager, not below 2 levels of CEOs.
ADB and Sukna Food signed. ADBയും അഥവാ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും സുഗ്ന ഫുഡ് സൈൻഡ് USD 50 മില്യൺ 15 മില്യൺ ആണ് ഡീൽ വിത്ത് സസ്റ്റൈനബിൾ റൂറൽ ലൈവ്ലിഹുഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് പാൻഡമിക്. ADB ആൻഡ് സുഗ്ന ഫുഡ് സൈൻ ചെയ്ത് 15 മില്യൺ ആണ് സൈൻ ചെയ്തിരിക്കുന്നത് ഡീല്. എന്താണ്? സസ്റ്റൈനബിൾ റൂറൽ ലൈവ്ലിഹുഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് പാൻഡമിക്. സസ്റ്റൈനബിൾ റൂറൽ ലൈവ്ലിഹുഡ് ആണ് ഇന്ത്യയിലെ പാൻഡമിക്കിന്റെ രീതിയിൽ. India's GDP to contract by 8 to 8.2 in financial 21. കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് അനാലിസിസ് റിസർച്ച് ലിമിറ്റഡ് ആണ്. ക്രെഡിറ്റ് അനാലിസിസ് റിസർച്ച് ലിമിറ്റഡ് ആണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ GDP 8.2% GDP കോൺട്രാക്ട് ചെയ്യും. എത്രയാണ്? 2021 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കെയർ റേറ്റിംഗ്. HCL partner with NVIDIA partner network to pursue opportunity in AI space. HCL launch next AI and AI lab. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പേസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. HCLും അതേപോലെ NIDIA പാർട്ട്ണർ. NIDA പറഞ്ഞൊരു ഗെയിമിംഗ് കമ്പനിയാണ്. അതേപോലെ HCLും കൂടി ചേർന്നിട്ടാണ് AI സ്പേസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പേസ് ഉണ്ടാക്കുന്നത്. അതേപോലെ HCLിൻ്റെ വേറൊരു സംഭവമാണ് നെക്സ്റ്റ് AI ലാബ് എന്നിവയൊക്കെ ലോഞ്ച് ചെയ്യും. മോണ്ടി പ്രൊജക്ട് ചെയ്ത് എത്രയാണ്? നമ്മുടെ മോണ്ടി പ്രൊജക്റ്റഡ് 11.5% കോൺട്രാക്ട് ഓഫ് ഇന്ത്യൻ എക്കണോമി 2021 ആണ്. മോണ്ടി പ്രൊജക്ട് ചെയ്യുന്നത് എത്രയാ? 11.5% ആണ്. ഓക്കെ, 11. അതേപോലെ 21 to 22 വരെ എത്രയാണ് ഗ്രോത്ത്? 10.6% ആണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ മറ്റത് എത്രയാണ്? നമ്മളെ കെയർ നമുക്ക് 8 to 8.2% ആണ് 21 കോൺട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. മോണ്ടി പറഞ്ഞിരിക്കുന്നത് 11.5% ആണ്. മോണ്ടീസ് പറഞ്ഞിരിക്കുന്നത് 11.5%, മറ്റേ 8 to 8.2% ആണ് കെയർ റേറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളെ കെയർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 8 to 8.2% ആണ്. 8.2% ആണ് കെയർ പറഞ്ഞിരിക്കുന്നത്. Liberty General partnered with SpiceJet to offer Liberty Secure Travel, an insurance policy, offer zero cancellation service. ലിബർട്ടി ജനറലും അതേപോലെ സ്പൈസ് ജെറ്റും കൂടിയിട്ടാണ് ലിബർട്ടി സെക്യൂർ ട്രാവൽ ഇൻഷുറൻസ് പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. ലിബർട്ടി ജനറൽ പാർട്ണർ വിത്ത് ലിബർട്ടി സെക്യൂർ ട്രാവൽ എന്നുള്ള ഇൻഷുറൻസ് പോളിസി കൊണ്ടുവന്നു. എൻ്റെ മെയിൻ എയിം എന്താ? സീറോ ക്യാൻസലേഷൻ സർവീസസ്. അപ്പോൾ നമുക്ക് പറയാനെങ്കിൽ നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു, എന്തെങ്കിലും കാരണത്താൽ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതിനെ തിരിച്ചടയ്ക്കുന്നതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ്. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അപ്പോയിന്റഡ് പരേഷ് റാവൽ ഹാസ് ചെയർമാൻ ഓഫ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇത് നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പരേഷ് റാവലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പരേഷ് റാവലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഹെഡായിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ഇ-ഗോം ടു ഓവർസീ കോർപ്പറേഷൻ ഓഫ് ഓർഡിനൻസ് ഫാക്ടറി, കോർപ്പറേറ്റൈസേഷൻ ഓഫ് ഓർഡിനൻസ് ഫാക്ടറി, ഇ-ഗോം. ഇതില് നമ്മളെ ഓർഡിനൻസ് ഫാക്ടറിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കട്ടയാണ്. ഫൗണ്ട് ചെയ്തിരിക്കുന്നത്
1712 ഹരിമോഹനാണ് ചെയർമാൻ. ഹരിമോഹൻ കൊൽക്കട്ട 1712 ഹരിമോഹനാണ് ചെയർമാൻ ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെ. ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് പറഞ്ഞാൽ ഈ ആംസസ് ഒക്കെ വിൽക്കുന്ന പരിപാടിയാണ്. CCI അഥവാ പറഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് 20% അക്വസിഷൻ ഓഫ് പെരുമാൾ ഫാമേഴ്സ് ലിമിറ്റഡ് ബൈ CA Clover immediate second investment. കോമ്പറ്റീഷൻ കമ്മീഷണറാണ് 20% അക്വസിഷൻ ഓഫ് പെരുമാൾ ഫാർമസി ലിമിറ്റഡ് ബൈ CA Conclave immediate investment. ഇതിൽ നമുക്ക് proposed combination involve acquisition of 20% of issue and paid equity share capital of Perumal Limited by CA Clover immediate investment. കോമ്പറ്റീഷൻ കമ്മീഷനെ പറ്റി പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടതാണ്? കോമ്പറ്റീഷൻ ആക്ട് 2002 ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഫോം ചെയ്തിരിക്കുന്നത് 14 ഒക്ടോബർ 2003ലാണ്. 14 ഒക്ടോബർ 2003ലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ന്യൂഡൽഹിയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഫസ്റ്റ് എക്സിക്യൂട്ടീവ് നമുക്ക് ചോദിക്കുമെന്ന് അറിയില്ല. ധനേന്ദ്ര കുമാറാണ്. ഓക്കെ, ഇതിൽ നമുക്കാകെ 20% അക്വസിഷൻ ഓഫ് പെരുമാൾ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. 15 നാഷണൽ ഫോറസ്റ്റ് മാർട്ടിയേഴ്സ് ഡേ സെലിബ്രേറ്റഡ് സെപ്റ്റംബർ 11ലാണ് നമ്മൾ നാഷണൽ ഫോറസ്റ്റ് മാർട്ടിയേഴ്സ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഒബ്സർവ് ചെയ്യുന്നതിന്റെ എന്താണ്, ഈ മസാക്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സെപ്റ്റംബർ 11 1730 ഉണ്ടായ ഒരു മസാക്രി ഉണ്ട്. അതാണ് ഖജർലി മസാക്രിയായിട്ട് ബന്ധപ്പെട്ടാണ്. മസാക്രിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മാർട്ടിയേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ ഫോറസ്റ്റ് മാർട്ടിയേഴ്സ് ഡേ ഏത് വർഷമാണ്? 1730ലാണ് ഖജർലി മസാക്രി നടന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് സൗത്ത് കോർപ്പറേഷൻ 2020 സെപ്റ്റംബർ 12. ഇന്റർനാഷണൽ ഡേ ഓഫ് സൗത്ത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏതാ? ഇന്റർനാഷണൽ ഡേ ഓഫ് സൗത്ത് കോർപ്പറേഷൻ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്? 12 സെപ്റ്റംബർ ആണ്. 12 സെപ്റ്റംബർ എന്നാണ് ആദ്യം. ഒറിജിനലി ഒബ്സർവ്ഡ് ഇൻ 19. The date of United Nations for South Cooperation was moved to 2011ലാണ് ഇത് അംഗീകരിച്ചിരിക്കുന്നത്. 2011. It commemorates UN General Assembly adopted plan of action 1978 to promote implement technical cooperation ഡെവലപ്പിംഗ് കൺട്രിക്ക് ടെക്നിക്കൽ കോപ്പറേഷൻ കൊടുക്കാൻ വേണ്ടി 1978 UN ഇത് അഡോപ്റ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തു. 1978 ഡെവലപ്പിംഗ് കൺട്രിക്ക് പ്രൊമോട്ട് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടെക്നിക്കൽ കോപ്പറേഷൻ എമംഗ് ഡെവലപ്പിംഗ് കൺട്രി പ്രൊമോട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സൗത്ത് കോപ്പറേഷൻ എന്നുള്ള ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. UN എന്നാണ് അഡോപ്റ്റ് ചെയ്ത്? 2011ലാണ് സെപ്റ്റംബർ 12 ആസ് എ ഇന്റർനാഷണൽ ഡേ ഓഫ് സൗത്ത് കോപ്പറേഷൻ എന്നാക്കി സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ UN പ്രൊമോട്ട് ടെക്നിക്കലും ഇംപ്ലിമെന്റേഷന് പ്രൊമോട്ട് ചെയ്യാനുള്ള പ്ലാന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 1978ലാണ് ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ട്. അതൊരു പോയിന്റാണ്, ചോദിച്ചേക്കാം. വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 12 ആണ്. വേൾഡ് എയ്ഡ് ഡേ സെപ്റ്റംബർ 12 ആണ്.
സെക്കൻഡ് സാറ്റർഡേ ഓഫ് സെപ്റ്റംബർ. സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ സെക്കൻഡ് 12 ആണ് ഇതിൽ നമുക്ക് ഈ പ്രാവശ്യം. ഓക്കെ, ഒബ്സർവ്ഡ് ആസ് സെക്കൻഡ് സാറ്റർഡേ ഓഫ് സെപ്റ്റംബർ, എ വെരി അവയർനെസ്. ഓക്കെ, Odisha signed MOU with NCDC to promote farmer producer organization. ഒഡീഷ NCDC ഫുൾ ഫോം എന്താ? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഒഡീഷ ഗവൺമെന്റ്. ഇതിനു വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതാണ് അടുത്തിടെ. ഇന്ത്യ ഹാസ് ഐഡന്റിഫൈഡ് ഫാമർ പ്രൊഡ്യൂസർ രജിസ്റ്റേർഡ് അണ്ടർ കമ്പനി ആക്ട് 1956 കമ്പനി ആക്ട് പ്രകാരമുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. Most appropriate institution form around which mobilize farmers and build their capacity to collectively leverages their production and market strength. അതേപോലെ ഇവരെ പ്രൊമോട്ട് ചെയ്യുക, ഫാമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ലിവറേജസ് ദെയർ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിന്. ഇതിന് ഏത് ആക്റ്റാണ്? കമ്പനി ആക്ട് 1956 പ്രകാരമാണ്. Odisha government launched Griham Social Security Scheme for sanitary workers. ഗൃഹം എന്ന് പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഏത് ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്? ഒഡീഷ ഗവൺമെൻറ്. ഒഡീഷയിലെ മന്ത്രി ആരാണ്? നവീൻ പട്നായക്. സാനിറ്ററി വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗവൺമെൻറ് ലോഞ്ചസ് ഗൃഹം സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഫോർ സാനിറ്ററി വർക്കേഴ്സ് എന്നുള്ളത്. Jammu Kashmir government announces universal health insurance scheme for all residents of Union Territory. Universal health ഇൻഷുറൻസ് സ്കീമാണ്. ആൾ റെസിഡൻസ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, എല്ലാ റെസിഡൻസിനും യൂണിയൻ ടെറിട്ടറി. ഇപ്പോൾ പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീരത്തെ ഗവർണർ ആരാണ്? മനോജ് സ്നിഹയാണ് ഗവൺമെൻറ്. എന്താണ്? യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഫോർ ആൾ റെസിഡൻസ് ഓഫ് യൂണിയൻ ടെറിട്ടറി ജമ്മു കാശ്മീരിൽ കൊണ്ടുവന്നത്. ആന്ധ്രാപ്രദേശ് CM ജഗൻമോഹൻ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശ്. YSR അസാര സ്കീം കൊണ്ടുവന്നത് വുമൺ എന്റർപ്രണർഷിപ്പിന് വേണ്ടിയിട്ട്. YSR അസാര സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ജഗൻമോഹൻ റെഡ്ഡിയാണ്. വുമൺ എംപവർമെന്റിന് വേണ്ടി കൊണ്ടുവന്നതാണ്. റിലയൻസ് ഇൻഡസ്ട്രി ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ടു ഹിറ്റ് 200 ബില്യൺ MCAP-ലാണ് വന്നിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രി. ഓക്കെ, മുകേഷ് അംബാനിയുടെയാണ്. ഓക്കെ, 61 ഷെയർ സിൻസ് മാർച്ച് മിഡ് 166. പ്രധാനമന്ത്രി ഹോൾഡ് സംവാദ് വിത്ത് മധ്യപ്രദേശ് സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടുണ്ട് കൊണ്ടുവന്ന പ്രധാനമന്ത്രിയുടെ ഇതാണ് സവ്നീതി സംവാദ് എന്നുള്ള സാധനം മധ്യപ്രദേശിലെ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ്. ഓക്കെ, മധ്യപ്രദേശിലെ PM സംനീതി എന്നുള്ള സ്കീം കൊണ്ടുവന്നിരിക്കുന്നത് മധ്യപ്രദേശിലെ സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്. പ്രധാനമന്ത്രിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.